അതിന്റെ മുഖത്തുള്ള ഈ പാടും കുഴിയൊക്കെ കാണുമ്പോഴേ ഞാൻ ഒബ്സസ്ഡ് വിത്ത് ദിസ് പാക്ക് ഗൈസ്. ഫ്രിഡ്ജിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുഖക്കുരുവും അതുപോലെ തന്നെ മുഖക്കുരു വന്നതിന്റെ പാടുകൾ ഉണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ആക്ച്വലി ഈ ഒരു ഹോം റെമഡി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് ഭയങ്കര പ്രൂവനാണ്. നമ്മുടെ മുഖക്കുരുവും അതുപോലെ തന്നെ കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന് പോയതിൻ്റെ പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന സാധനമാണ് ഇത്. ആക്ച്വലി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു വ്യത്യാസവും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നോക്കാം. ഉണ്ടായിരുന്നില്ലേ, നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് കാര്യമേറൊന്നുമല്ല. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അത് നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നീം പൗഡർ ഉണ്ടല്ലോ, ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്, അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് അരച്ച് ജ്യൂസ് ആക്കി എടുക്കുന്നതാണ്. സോ ഞാനിവിടെ ഒരു ഐസ് ക്യൂബ് ആക്കിയാണ് വച്ചേക്കുന്നത് ഈ സംഭവം. കാര്യം ഇത് ഞാൻ മുഖത്ത് മാത്രമല്ല കേട്ടോ, തലയിലും യൂസ് ചെയ്യാറുണ്ട്. താരൻ മാറ്റാനും ഇത് അടിപൊളിയായത്. ഞാൻ വെള്ളം ചേർത്ത് അരച്ചിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും ഐസ് ക്യൂബ്സ് ആയിട്ട്. ആവശ്യമുള്ള സമയത്ത് ഇതിന്ന് ഓരോ ക്യൂബ് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഫേസിലിടാനായിട്ട് ഒരു ക്യൂബ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലയിലിടാനായതുകൊണ്ടാണ് ഇത്രയും വലിയ ക്യൂബ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് ചെയ്ത് വെച്ചാലും മതി. കുറേ ക്യൂബ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ക്യൂബ്സ് മതി കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇടാനായിട്ട് ചെറിയൊരു ക്യൂബ് എടുത്താൽ മതി. ഇനി ഇത് ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ബീസൻ അല്ലെങ്കിൽ ഗ്രാം ഫ്ലോർ എന്നും പറയും. കടലമാവും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി തിക്കാക്കരുത്. എപ്പോഴും നമ്മുടെ നീം ജ്യൂസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടിയിരിക്കേണ്ടത്. അപ്പോഴാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് വർക്കായിട്ട് മുഖക്കുരുവും പാടുകളും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഞാനിവിടെ കടലമാവും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് നമുക്കിനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇത് നമുക്ക് കൈവച്ചും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്തും അപ്ലൈ ചെയ്യാം. കൈവച്ചാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടാവണം. ഫേസും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ മുഖക്കുരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മുഖക്കുരു മാറ്റുന്ന ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ടീ ട്രീ അല്ലെങ്കിൽ നീം, തുളസൊക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. സാധാരണ ഒരു ഫേസ് വാഷ് മേ ബി നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല. എനിക്ക് ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നാണ്. ഞാനിപ്പം ഒരു ദിവസം കെയർ ചെയ്തില്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് കുറേ പിമ്പിൾ വരും. അത്രയും ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ്. ഇതിൻ്റെ മുഖത്തുള്ള ഈ പാടും കുഴിയൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എത്രമാത്രം മുഖക്കുരുള്ള ഒരു ഫേസാണ് എൻ്റെതെന്ന്. ഇപ്പം തന്നെ അത് അവിടെ ആക്റ്റീവായിട്ട് 2-3 ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇനിയിപ്പോൾ അഥവാ ആക്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓവർനൈറ്റ് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റെമഡീസും പറഞ്ഞിട്ടുണ്ട്. കുറേ പിമ്പിൾസ് ഉണ്ട്, കുറേ പാടുകളുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം ചെയ്യാം. അതിനുശേഷം നിങ്ങളൊരു ഒന്നട വിട്ടിട്ട് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം 1 ദിവസമൊക്കെ ആക്കി കുറച്ച് കൊണ്ടുവന്നാൽ മതി. എപ്പോഴും ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്ന ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാം ഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ കടലമാവ്, അതല്ല നമ്മുടെ നീം ജ്യൂസ് അലർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഈ നീം ലീവ്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. കാര്യം അത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതായതുകൊണ്ട് നമ്മൾ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള സംഭവമാണ്. എല്ലാവർക്കും അറിയാം, ഒത്തിരി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ്. സോ മോസ്റ്റ്ലി കൊച്ചുകുട്ടിയൊക്കെ വരെ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. നമ്മുടെ പാക്ക് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത്. ഒത്തിരി തിക്കല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയാണ്. ഒരു ഐസ് ക്യൂബ് എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ചധികം ഉണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വന്നിട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് മീൻസ് ഐസ് ക്യൂബിൻ്റെ കട്ടി കുറച്ച് ചെയ്ത് വെച്ചാൽ മതി. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, ഞാനിവിടെ ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പാക്കാണ് ഗൈസ്. കാര്യം നല്ല പച്ച കളർ.
ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഐ ആം ഒബ്സസ്ഡ് വിത്ത് ദിസ് പാക്ക് ഗൈസ്. ഓക്കെ, ബാക്കി പാക്ക് ഉണ്ട്, ഇത് നമുക്ക് വച്ചിരിക്കാം. ഇത് നമുക്ക് നാളെ വീണ്ടും യൂസ് ചെയ്യാം. അടച്ച് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ കൊണ്ട് വെക്കരുത്. അടച്ച് സ്റ്റോർ ചെയ്താൽ നമുക്ക് പിന്നെ അടുത്ത ദിവസം കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതൊരു 15 മിനിറ്റ് ഞാനിങ്ങനെ ഫേസിൽ വെച്ചേക്കും. എന്നിട്ടാണ് നമ്മളിത് വാഷ് ചെയ്യേണ്ടത്. 15 മിനിറ്റ് കൺഫേം നിങ്ങൾ വച്ചേക്കണം ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ തന്നെ നമ്മൾ നീമിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയെടുക്കണം. ഒത്തിരി ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള പാക്കാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വച്ചിരിക്കാൻ പറ്റത്തില്ല. സോ ഒരു 15 മിനിറ്റ് നമ്മളിതിങ്ങനെ വച്ചേക്കണം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇൻ കേസ് നിങ്ങൾ ഇപ്പോഴല്ല ചെയ്തത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. സാധാരണ വെള്ളത്തിൽ കഴിക്കാൻ മതി, ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ പച്ചവെള്ളത്തിൽ കഴിക്കാൻ മതി കേട്ടോ. സ്കിന്നിനെ ക്ലോഗ് ആക്കാത്ത നല്ല നമുക്ക് സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഫേസ് വാഷും മോയ്സ്ചറൈസറും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കിന്നിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്കിന്ന് ക്ലോഗ് ചെയ്യുന്ന സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടാവും. മുഖക്കുരു നിങ്ങൾക്കിനി വരരുത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിങ്ങനെ സ്കിൻ ക്ലോഗ് ആക്കുന്ന നിങ്ങളുടെ സ്കിന്നിന് ചേരാത്ത ഒരു ഫേസ് വാഷോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യരുത്. ഈവൻ മേക്കപ്പ് ഐറ്റംസ് ആയാൽ പോലും, ഞാൻ എല്ലാവരും എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യുന്നവരല്ലല്ലോ, അതുകൊണ്ടാണ് അതെടുത്ത് പറയാത്തത്. മേക്കപ്പ് ഐറ്റംസ് ആയാൽ പോലും നന്നായിട്ട് സൂക്ഷിച്ച് നോക്കി വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.